ആരെങ്കിലും പുറകിലൂടെ കുത്തുന്നോ? നിന്നെ ആരെങ്കിലും പുറകിലൂടെ വേദനിപ്പിക്കാൻ വരുന്നോ? വേറെ ഒന്നുമല്ല, അവൻ പുറകിൽ നിന്ന് കുത്തുന്നത് നീ മുന്നിലായതുകൊണ്ടാണ്. മാസങ്ങളുടെ, ആഴ്ചകളുടെ, മണിക്കൂറുകളുടെ പ്രതിസന്ധിയെ നേരിടുന്നവരോട് ആത്മാ പറയുന്നു, നീ ആ പ്രതിസന്ധിയെ പ്രാർത്ഥനയോടെ നേരിട്ടാൽ വർഷങ്ങളായി വിടുതൽ അനുഭവിക്കാതെ കിടക്കുന്ന ചിലതിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ കരം നിന്നെ ഉപയോഗിക്കും. വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനെന്ന് തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടരാകാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശു പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു കുരുടന് സംഭവിച്ച ഒരു വിടുതലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ വാക്യം, അവൻ കടന്നു പോകുമ്പോൾ ജന്മന കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ, ആ ഒരൊറ്റ വാക്യം മാത്രം ഒന്ന് എടുത്തു വെക്കുകയാണ്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. അപ്പൊ നമ്മൾ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങുന്നത് അവൻ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കർത്താവ് എന്തിലൂടെ കടന്നു പോയി? യേശു ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി? യേശു ഏത് അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് മനസ്സിലാക്കണമെങ്കിൽ 8-ാം അധ്യായം നോക്കണം. 8-ാം അധ്യായം കഴിഞ്ഞാണ് 9-ാം അധ്യായം. 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിക്കാമോ? 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. പരീശന്മാർ അവനോട്, നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. ഒരു കൂട്ടം പരീശന്മാർ യേശു കർത്താവിനെ നോക്കിച്ച് പറയുന്നു, നീ നിന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങളൊന്നും തന്നെ നേരല്ല, സത്യമല്ല. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശുശ്രൂഷയെ, കർത്താവിന്റെ സാക്ഷ്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ യേശു കടന്നു പോവുകയാണ്. 41-ാമത്തെ വാക്യം, 41-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾ വ്യഭിചാരത്തിൽ, പരസംഗത്തിൽ, ഫോർണിക്കേഷനിലൂടെ ഞങ്ങൾ ജനിച്ചവരല്ല, പിന്നെയോ ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ. സത്യമായിട്ടും ഒരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു വാചകമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കൊറ്റ അപ്പനേ ഉള്ളൂ. നിന്റെ പിതാവ് ആരാന്ന് നിനക്കറിയാവോ? ആരാ നിന്റെ അപ്പൻ? നിന്റെ അമ്മ മറിയം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ ജനിച്ചതല്ലേ? ഇവർക്കറിയാവോ പരിശുദ്ധാത്മാവിലാ ജനിച്ചതെന്ന്? ഇവർക്കറിയാമോ യേശു ദൈവപുത്രനാണെന്ന്? അറിഞ്ഞുകൂടാ. അറിവില്ലായ്മ കൊണ്ടും അറിഞ്ഞുകൊണ്ടുമൊക്കെ യേശുവിനെ ആക്ഷേപിക്കുകയാണ്. ഞങ്ങൾ പരസംഗത്തിൽ ജനിച്ചവരല്ല. ഇത് നിങ്ങൾ എന്നെ കേൾക്കുമ്പോഴേ, പരസ്യമായിട്ട് ഒരാള് നിന്റെ സാക്ഷ്യം ശരിയല്ലെന്ന്, നീ കള്ളനാണ്, നിന്റെ അപ്പൻ ആരാന്ന് നിനക്ക് അറിയാവോടാന്ന് ഒക്കെ പരസ്യമായി ചോദിച്ചാൽ അപമാനമാണോ അല്ലയോ? പറയുന്ന ഉറപ്പായിട്ടുമാണ് യേശു അങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയത്. വാക്യം 48. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. നിന്റെ മേളിൽ കറക്റ്റ് ആത്മാവല്ല, നിന്റെ മേളിൽ ഭൂതമാണ്, നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് ഭൂതമാണ് എന്ന് പറഞ്ഞു. ഇൻസൾട്ടാണോ? എല്ലാവരും എന്നെ നോക്കിയേ. നമ്മൾ ഒറ്റ വാക്യം വായിച്ചോളൂ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. 9-ാം അധ്യായം 1-ാം വാക്യം അത് പറയുമ്പോൾ 8-ാം അധ്യായത്തിലെ സംഭവം നമ്മൾ അറിയുന്നില്ല. സാക്ഷ്യമില്ലാത്തവനെന്ന് വിളിച്ചവരുടെ ഇടയിലൂടെ കടന്നുപോയി. വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചവരുടെ ഇടയിലൂടെ കടന്നുപോയി. ഭൂതമുണ്ടെന്ന് പറഞ്ഞവരുടെ ഇടയിലൂടെ കടന്നുപോയി. തീർന്നില്ല. 49, 52 വാക്യങ്ങൾ. അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രേ ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. പരസ്യമായി യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു. വാക്യം 57, 59. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയോ? നീ ഒരു കൊച്ചു പയ്യനാ, നിനക്ക് വയസ്സ് 10-30 കഴിഞ്ഞേച്ചേ ഉള്ളൂ. 33.5 വയസ്സിലാണല്ലോ കർത്താവ് ക്രൂശിതനാകുന്നത്. നീ ഒരു ചെറുപ്പക്കാരനാ, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നിനക്ക് പക്വതയുണ്ടോ? നീ പക്വതയില്ലാതെ സംസാരിക്കുന്നവനാണ്. ഒന്നോർത്ത് എന്തെല്ലാം യേശുവിനെ കുറിച്ച് പറഞ്ഞെന്ന്. വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞു, ഭൂതമുണ്ടെന്ന് പറഞ്ഞു, സാക്ഷിയില്ലാത്തവനാന്ന് പറഞ്ഞു.
അപമാനിച്ചു. ഇപ്പൊ താ പറയുന്നു, നീ പക്വതയില്ലാത്തൊരു പയ്യനാ, നീ അപക്വമായി സംസാരിക്കരുത്, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വാക്യം 59. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. 59 വാക്യങ്ങൾ കൊണ്ട് 8-ാം അധ്യായം തീരുകയാണ്. തീർന്നോ? 8-ാം അധ്യായം തീർന്നോ? 59 വാക്യം കൊണ്ട് 8-ാം അധ്യായം തീർന്നോ? കഴിഞ്ഞോ പാസ്റ്റേ? ഇനി 9-ാം അധ്യായം 1-ാം വാക്യം എന്നാ പറയുന്നത്? അവൻ കടന്നു പോകുമ്പോ. അപ്പം എന്തിലൂടെ കടന്നുപോയി? എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ യേശു കടന്നു പോകുമ്പോഴും, വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും, അപമാനിക്കുന്നവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും, ഭൂതമുണ്ടെന്ന് നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും, അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് ആ കരത്തിനുണ്ടായിരുന്നു. അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് ആ കരത്തിനുണ്ടായിരുന്നു. ഓ, ഇന്ന് പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന കുടുംബങ്ങളോട് വ്യക്തമായി അറിയിക്കുന്നൊരു സത്യമുണ്ട്. നിനക്ക് വിരോധമായി നിൽക്കുന്ന നിന്റെ ശത്രുവിനേക്കാൾ നിന്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നോ? നിനക്കെതിരെ നിൽക്കുന്ന സകല പൈശാചിക ബന്ധനത്തെക്കായാലും, സകല സാത്താനിക ബന്ധനങ്ങളെക്കായാലും, സകല രോഗത്തിന്റെ കെട്ടുകളെക്കായാലും നീ വിശ്വസിക്കുന്ന കർത്താവ് ശക്തനാണ്. എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെ കരത്തിന് ചെയ്യാൻ കഴിയാത്തത് യേശുവിന്റെ കരത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഏതെങ്കിലും ഗോലിയാത്തുമാരെ നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ, ഈ നിലയിൽ ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ആ പ്രതിസന്ധിയുടെ നടുവിലൂടെ നീ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നിന്നെ എതിർക്കുന്നവർക്കില്ലാത്ത ഒരു പവർ, നിന്നെ എതിർക്കുന്നവർക്കില്ലാത്ത ഒരു ശക്തി, നിന്നെ വിമർശിക്കുന്നവർക്കില്ലാത്ത ഒരു അഭിഷേകം നിന്റെ മേളിൽ വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിയുക. എനിക്ക് വിരോധമായി നിൽക്കുന്ന ആഭിചാരകന്മാരെക്കാൾ, എനിക്കെതിരെ നിൽക്കുന്ന പൈശാചിക വൃന്ദങ്ങളെക്കാൾ, എന്റെ പരാജയം കാണാൻ കൊതിക്കുന്ന എന്റെ ശത്രുക്കളെക്കാൾ ശക്തനാണ് എന്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നു. യേശുവിനെ എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന് അമ്മന്റെ കണ്ണു തുറക്കാൻ പറ്റുമോ? ചെകിടന്റെ ചെവി ഏൽപ്പിക്കാൻ പറ്റുമോ? ഊമനെ സംസാരിപ്പിക്കാൻ പറ്റുമോ? മരിച്ചവനെ ഉയർപ്പിക്കാൻ പറ്റുമോ? നിന്നെ എറിയാൻ കയ്യിൽ കല്ലുമായി നടക്കുന്നവനില്ലാത്തൊരു കരുത്ത് നിന്റെ കരത്തിലുണ്ട്. കർത്താവിന്റെ പുറകെ നടന്ന് അപമാനിക്കുമല്ലായിരുന്നോ? നിന്നെ ആരെങ്കിലും പുറകെ നടന്ന് അപമാനിക്കുന്നോ? എന്താ കാരണം? നീ അവന്റെ മുമ്പിലായതുകൊണ്ടാണ്. നിന്നെ ആരെങ്കിലും പുറകിലൂടെ കുത്തുന്നോ? നിന്നെ ആരെങ്കിലും പുറകിലൂടെ വേദനിപ്പിക്കാൻ വരുന്നോ? വേറെ ഒന്നുമല്ല, അവൻ പുറകിൽ നിന്ന് കുത്തുന്നത് നീ മുന്നിലായതുകൊണ്ടാണ്. നിന്റെ വിസ ആയിരിക്കാം, നിന്റെ എക്സാമിന്റെ റിസൾട്ട് ആയിരിക്കാം, നിന്റെ ജോലി ആയിരിക്കാം, നിന്റെ ഭവനത്തിന്റെ പണിയായിരിക്കാം, നിന്റെ തലമുറയുടെ വിവാഹമായിരിക്കാം, നിന്റെ കുടുംബജീവിതത്തിന്റെ നന്മയായിരിക്കാം, നിന്റെ സാമ്പത്തിക ഡിലേ ആയി കടന്നത്, മന്ദഗതിയിൽ പോയത്, യേശുവിൻ നാമത്തിൽ വളരെ വേഗത്തിൽ സംഭവിക്കട്ടെ. നിന്നെ മുന്നിൽ നിന്ന് പുറകിലാക്കാൻ അവൻ ശ്രമിക്കുന്ന ഓരോ ശ്രമവും നടക്കുകയില്ല. കാരണം നിന്റെ മേൽ കിടക്കുന്നത് തമ്പുരാന്റെ അഭിഷേക. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. അപമാനിക്കുന്നവന്റെയും എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെയും കൈക്കില്ലാത്ത കരുത്ത്, കുരുടന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് നസ്രായന്റെ കൈക്കുണ്ടായിരുന്നു. എറിയുന്നവൻ എല്ലാ കാലവും എറിയാനേ അറിയുള്ളൂ. പക്ഷെ എറിയുന്നവൻ അറിയാത്തത് ചിലത് നിനക്കറിയാം. ചില മണിക്കൂറുകളുടെ, ചില മിനിറ്റുകളുടെ
പ്രതികൂലത്തിലൂടെ കടന്നുപോയ യേശു ജന്മനാ പ്രതിസന്ധിയിൽ ഇരിക്കുന്നവനെ കാണുകയാണ്. നിങ്ങൾ ആ രംഗം ശ്രദ്ധിക്കുന്നോ? സാക്ഷ്യമില്ലാത്തവനെന്ന് വിളിച്ചവരവിടെ നിപ്പുണ്ട്. വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞവരവിടെയുണ്ട്. ഭൂതമുണ്ടെന്ന് വിളിച്ചവരുണ്ട്. അപമാനിച്ചവരുണ്ട്. ശമര്യനെന്ന് പറഞ്ഞവരുണ്ട്. പക്വതയില്ലാത്തവനെന്ന് പറഞ്ഞവരുണ്ട്. എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് നിൽക്കുന്നവരുണ്ട്. ഇവരെല്ലാം നിൽക്കുമ്പോഴും അവന്റെ കയ്യിൽ എത്ര കല്ലുണ്ടെന്നല്ല യേശു നോക്കിയേ, ആർക്കെങ്കിലും വിടുതൽ വേണമെന്നാണ്. മനസ്സിലായില്ലല്ലേ? എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെ കല്ലെണ്ണാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്, അന്ധന്റെ കണ്ണു തുറക്കാനാണ് എന്ന ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. നിന്റെ സാഹചര്യത്തിലേക്കല്ല, നിന്റെ ചുറ്റും നിന്നെ വെല്ലുവിളിക്കുന്നവരിലേക്കല്ല നീ നോക്കേണ്ടത്, നിന്നിൽ കിടക്കുന്ന അഭിഷേകത്തിലേക്കും വിളിയിലേക്കും നീ നോക്കുക. അതിനെ ഓവർകം ചെയ്യാൻ ഒരു ശക്തികൾക്ക് കഴിയില്ല. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ക്രിസ്തു വർഷങ്ങളുടെ പ്രതിസന്ധിയെ നേരിടുന്നവനെ കാണുകയാണ്. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ, മണിക്കൂറുകളുടെ അപമാനങ്ങളിലൂടെ നടക്കുന്ന നസ്രായൻ ജന്മനാ പ്രതിസന്ധിയിൽ ഇരിക്കുന്നവനെ കാണുകയാണ്. ഇന്ന് പകൽ നിന്നോട് ദൈവാത്മാവ് അറിയിക്കുന്നു, ചില മാസങ്ങളുടെ, മണിക്കൂറുകളുടെ പ്രതികൂലത്തെ നീ വ്യക്തിപരമായി നേരിട്ടെങ്കിൽ നിന്നിലൂടെ വർഷങ്ങളായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. മാസങ്ങളുടെ, ആഴ്ചകളുടെ പ്രതികൂലത്തിലൂടെ പോകുന്നുവോ? മാസങ്ങളുടെ, ആഴ്ചകളുടെ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ പോകുന്നുവോ? മാസങ്ങളുടെ, ആഴ്ചകളുടെ, മണിക്കൂറുകളുടെ പ്രതിസന്ധിയെ നേരിടുന്നവരോട് ആത്മാ പറയുന്നു, നീ ആ പ്രതിസന്ധിയെ പ്രാർത്ഥനയോടെ നേരിട്ടാൽ വർഷങ്ങളായി വിടുതൽ അനുഭവിക്കാതെ കിടക്കുന്ന ചിലതിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ കരം നിന്നെ ഉപയോഗിക്കും. നിന്റെ വിസ ആയിരിക്കാം, നിന്റെ എക്സാമിന്റെ റിസൾട്ട് ആയിരിക്കാം, നിന്റെ ജോലി ആയിരിക്കാം, നിന്റെ ഭവനത്തിന്റെ പണിയായിരിക്കാം, നിന്റെ തലമുറയുടെ വിവാഹമായിരിക്കാം, നിന്റെ കുടുംബജീവിതത്തിന്റെ നന്മയായിരിക്കാം, നിന്റെ സാമ്പത്തിക ഡിലേ ആയി കടന്നത്, മന്ദഗതിയിൽ പോയത് യേശുവിൻ നാമത്തിൽ വളരെ വേഗത്തിൽ സംഭവിക്കട്ടെ. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നും ആകാൻ പറ്റിയില്ലെന്നുള്ള പരാതിയുള്ളവരുണ്ടോ? ജീവിതത്തിൽ എനിക്കൊരു പുതുമയില്ല ബ്രദറെ, എല്ലാ ദിവസവും ഉണരുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു. വർഷങ്ങളായി എൻ്റെ ജോലി ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്നും പുതിയത് പറയാനില്ല. ഞാനിത് പറയുമ്പോൾ അത് റിലീസാണെന്ന് എനിക്കറിയാം. നിന്റെ ജീവിതത്തിൽ പുതുമയുള്ള വ്യത്യസ്തമായ ചില വിടുതലുകളെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ചെയ്യാൻ പോകും. നിന്റെ ശുശ്രൂഷയിൽ അത് വെളിപ്പെടും, നിന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കും. ഡിലേയായി കിടക്കുന്നത് മുഴുവൻ മാറട്ടെ, എല്ലാം മാറട്ടെ. ഒരു ഭയങ്കര ദൈവ പ്രവൃത്തി പരിശുദ്ധാത്മാവായിക്കട്ടെ. അതിനെ തുറന്ന് യേശുവേ എന്ന് വിളിച്ച്. ഇനി ഒരു സംഭവം കൂടെ ഞാൻ പറയാം. അത് എനിക്കറിയാം, ആരെയോ ഇതിനകത്ത് ദൈവം ടാർഗറ്റ് ചെയ്യുക. ഇവൻ സൗഖ്യമായി, ഇവൻ സാക്ഷിയായി. ഇതറിഞ്ഞ പരീശന്മാർ, പള്ളിപ്രമാണികൾ ഇവന്റെ വീട്ടിൽ ചെന്നു. അപ്പനും അമ്മയും പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുക അവൻ എങ്ങനെ സൗഖ്യമായെന്ന്. കാരണം യേശുവാണ് അവനെ സൗഖ്യമാക്കിയതെന്ന് അപ്പനും അമ്മയും പറഞ്ഞാൽ അവരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് അവർ മിണ്ടിയില്ല. നല്ലൊരു രസകരമായ, ഏറ്റവും ശക്തമേറിയ ഒരു ഭാഗം അവിടെയുണ്ട്. യേശു ഇവനെ സൗഖ്യമാക്കി കഴിഞ്ഞ് പിന്നെ യേശുവിനെ കണ്ടിട്ടേയില്ല. യേശുവിൻ്റെ വഴിക്ക് പോയി, കർത്താവ് അടുത്ത സ്ഥലത്ത് പോയി. പക്ഷേ ബൈബിളിൽ യോഹന്നാൻ 9 പറയുന്നൊരു വാക്കുണ്ട്, ഇവനെ പള്ളിപ്രഷ്ടനാക്കി എന്ന് യേശു അറിഞ്ഞാറേ കർത്താവ് അവനെ തിരക്കി അവന്റെ അടുക്കൽ വന്നു. മനസ്സിലായോ? അവനെ പള്ളിപ്രഷ്ടനാക്കി എന്ന് യേശു അറിഞ്ഞാറേ യേശു അവന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ സമൂഹം അവനെ ഒറ്റപ്പെടുത്തി,
കർത്താവ് വിടിവിച്ചവനെ, കർത്താവ് സൗഖ്യമാക്കിയവനെ യേശുവിൽ വിശ്വസിച്ച കാരണം കൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും ഇടവകക്കാരും എല്ലാവരും അവനെ പുറത്താക്കി. അവൻ ഒറ്റപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, അവൻ പള്ളിയിൽ നിന്ന് പുറത്തായി എന്നറിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാനും പള്ളിക്കകത്തല്ല, ഞാനും പുറത്താ, കൂടെ ഉണ്ട്. വായിച്ച ആ ഭാഗം. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ മതി. അവനെ പുറത്താക്കി, പള്ളിയിൽ നിന്ന് പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കി. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവൻ ഒറ്റപ്പെട്ടു പോയി എന്ന് കേട്ടപ്പോൾ കർത്താവ് അവന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു? കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരോട് ഞാൻ ചോദിക്കുക, നീ നിന്നെ വിളിച്ചവനിൽ വിശ്വസിക്കുന്നു? ഇതിനകത്തൊക്കെ ഇറങ്ങി വന്നത് എന്തോ അബദ്ധമായി എന്ന് ചിന്തിക്കുന്ന നിന്നോട് ആത്മാവ് ചോദിക്കുന്നു, നിന്നെ വിളിച്ചവനിൽ നീ വിശ്വസിക്കുന്നു? 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 വിശ്വസിക്കുന്നെങ്കിൽ നിന്നെ പുറത്താക്കിയവനും നിന്നെ എതിർത്തവനും മുഴുവൻ കാണും. നീ ഒരത്ഭുതം കണ്ടിരിക്കും. ഒറ്റപ്പെട്ടു പോയെന്ന് ആരും കരുതില്ല. ഒറ്റപ്പെട്ടവന്റെ അരികിൽ ഓടിയെത്തുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ചിന്തിച്ച്, അതുവരെ യേശു വന്നോ? സൗഖ്യമായി പോയ കർത്താവ്, ആക്കിപ്പോയ കർത്താവ് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല, പിന്നെ അവനെ കണ്ടിട്ടില്ല. പക്ഷെ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. എവിടോ കേട്ടു, കർത്താവെ നീ സൗഖ്യമാക്കിയവനെ പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കി, നിന്നിൽ വിശ്വസിച്ച കാരണം കൊണ്ട് എല്ലാവരും അവനെ എതിർത്ത് അവനെ ഒറ്റപ്പെട്ട് നിൽക്കുകയെന്ന് യേശു കേട്ടു. ഉടൻ തന്നെ കർത്താവ് അവന്റെ അരികിലെത്തുകയാണ്. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു? 36-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ബൈബിളിൽ അവൻ പറയുന്നു, അതിന് അവൻ യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. 37-ാമത്തെ വാക്യം, ദ ബൈബിൾ സീസ്, യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ. കൈകളെ ഉയർത്താം, 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 പ്രാർത്ഥിക്കാം. നീ അവനെ കണ്ടിട്ടുണ്ട്, നീ അവനെ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ നിന്നോട് സംസാരിച്ചത് അവൻ തന്നെയാണ്. ഇന്ന് പകൽ നിന്നോട് സംസാരിച്ചത് അവൻ തന്നെയാണ്. അവന്റെ ആത്മാവ് തന്നെയാണ്. ആ മാർവിൽ ചാരിയിടാം, എല്ലാം പറയാം. പറഞ്ഞേ നിന്നെ അവർ കൈവിടുകയല്ല. നിന്നെ സൗഖ്യമാക്കിയവൻ, നിന്നെ വിടിവിച്ചവൻ നിന്റെ ഒപ്പമുണ്ട്. നിന്റെ ഭാവി നഷ്ടപ്പെട്ടെങ്കിൽ, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടെങ്കിൽ, വേഗത നഷ്ടപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ കർത്താവിന് സകലതും നിന്നിലേക്ക് തിരികെ തരാൻ കഴിയും. പ്രാർത്ഥിച്ചേ. ഒത്തിരി പുതുമയുള്ള ദൈവപ്രവൃത്തികളെ കാണാൻ ഈ ദിവസങ്ങളിൽ നിന്റെ മക്കളുടെ കണ്ണുകൾക്ക് ഭാഗ്യം കൊടുക്കുന്ന കർത്താവിന് നന്ദി. നഷ്ടപ്പെട്ട ഭാവിയെ തിരികെ കൊടുക്കുന്നതിന് നന്ദി. കണ്ടുമുട്ടിയ കർത്താവിന്റെ കൂടെ നിൽക്കാൻ, ലോകം മുഴുവൻ എതിർക്കുമ്പോഴും എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും ആ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ നിന്റെ മക്കൾക്ക് അവിടുന്ന് കൃപ കൊടുക്കണേ. എറിയാൻ കല്ലുമായി നിൽക്കുന്നവരുടെ മധ്യയിലും എതിർക്കുന്നവരുടെ നടുവിലും ഇവരെ വിളിച്ചവൻ ആരെന്നുള്ള ബോധ്യം നിന്റെ മക്കളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. നിന്റെ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.